നമസ്കാരം. ആയുർ കെയർ ആയുർവേദിക് ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും 5 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? അതിരാവിലെ വാഹനങ്ങളിലേക്കും വെയിലുറയ്ക്കും മുമ്പേ ഓഫീസിലേക്കും എത്തുന്ന നമ്മളിൽ പലരും സൂര്യൻ അസ്തമിച്ച ശേഷമായിരിക്കും പുറത്തിറങ്ങുക. അതിനാൽ വൈറ്റമിൻ ഡിയുടെ കുറവും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. യാതൊരു ചെലവുമില്ലാതെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ജീവകത്തിന്റെ അഭാവം വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം കോളികാൽസിഫെറോൾ എന്ന രാസപദാർത്ഥമാവുകയും ഇതിനെ കരളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. കരൾ കാൽസിഫെറോളിനെ കാൽസിഡിയോളായി മാറ്റി കിഡ്നിയിൽ എത്തിക്കുന്നു. കിഡ്നിയിൽ വെച്ചാണ് വൈറ്റമിൻ ഡി ആയി പരിവർത്തനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കാനായി ദിവസവും 10 മുതൽ 15 മിനിറ്റ് വരെ വെയിൽ കൊണ്ടാൽ മതിയാവും. അത് പക്ഷേ എല്ലാ ദിവസവും വേണമെന്ന് മാത്രം. പകൽ 11നും 1 മണിക്കും ഇടയിലുള്ള സമയം വെയിൽ കൊള്ളാനായി തിരഞ്ഞെടുക്കാം. സൺസ്ക്രീൻ ലോഷൻ പുരട്ടാതെ വേണം വെയിൽ കൊള്ളാനെന്നും ഓർക്കുക. മറ്റു വൈറ്റമിനുകളെ പോലെ നമ്മുടെ ശരീരം ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഒന്നല്ല വൈറ്റമിൻ ഡി. ശരീരത്തിൽ എത്തിച്ചേരുന്ന വൈറ്റമിൻ ഡിയുടെ കാലാവധി പരമാവധി 2 ആഴ്ചയാണ്. അതിനാൽ വൈറ്റമിൻ ഡി നിരന്തരം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉപഭോഗം ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലിന്റെയും പല്ലിന്റെയും ബലത്തിന് ആവശ്യമായ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ഉൽപാദനത്തിന് വൈറ്റമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ അഭാവം എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയെ ദുർബലപ്പെടുത്തുകയും ശരീരത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മസിലുകൾ ഉണ്ടാകുന്നതിനും മസിലുകളുടെ ഘടന, വലിവ്, കാഠിന്യം തുടങ്ങിയവയൊക്കെ നിലനിർത്തുന്നതിനും വൈറ്റമിൻ ഡി ആവശ്യമാണ്. പ്രായമായവരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ഒരു 50-55 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ദഹനരസങ്ങൾ ദുർബലമാവും. അതിനാൽ ഭക്ഷണം ശരിയായി കഴിച്ചാൽ തന്നെ അത് ശരീരത്തിലേക്ക് വേണ്ട രീതിയിൽ ആഗിരണം ചെയ്യപ്പെടണമെന്നില്ല. സൂര്യപ്രകാശം ശരീരത്തിലേറ്റാലും ഈ പ്രായത്തിൽ വൈറ്റമിൻ ഡി ശരീരം സ്വയം നിർമ്മിക്കുകയില്ല. അതിനാൽ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായി കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വൈറ്റമിൻ ഡിയുടെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാലിലും ചീസ് പോലെയുള്ള പാലുൽപ്പന്നങ്ങളിലും വൈറ്റമിൻ ഡി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നെയ്യുള്ള മീൻ ഗുളികകൾ തുടങ്ങിയവയ്ക്കും ഈ വൈറ്റമിൻ്റെ മറ്റൊരു സോഴ്സ് ആണ്. മുട്ടയുടെ മഞ്ഞയിലും വൈറ്റമിൻ ഡി സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. പൊതുവെ ആനിമൽ പ്രോഡക്ട്സിലാണ് ഈ ഒരു വൈറ്റമിൻ കൂടുതലായി കാണപ്പെടുന്നത്. അതിനാൽ വെജിറ്റേറിയൻ ഭക്ഷണശീലം പിന്തുടരുന്നവർക്ക് കൂൺ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അത് സുഗമമായി നടത്തുന്നതിനും വൈറ്റമിൻ ഡി വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. പ്രമേഹ നില പോലെയുള്ള ഇൻസുലിൻ നിയന്ത്രിത പ്രവർത്തനങ്ങളൊക്കെ തന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ താളം തെറ്റാൻ ഇടയുണ്ട്. അതുകൊണ്ട് പ്രമേഹവും തൈറോയിഡും ഒക്കെ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സാധാരണ രീതിയിൽ രക്തപരിശോധനയിലൂടെയാണ് നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കണ്ടെത്തുന്നത്. ഈ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരുന്ന കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. അകാരണമായ ക്ഷീണം, തളർച്ച, സന്ധിവേദന, മുടി കൊഴിച്ചിൽ തുടങ്ങിയവയൊക്കെ പലരും കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരും അതുപോലെ ഒരു 50 വയസ്സിന് ശേഷവും വൈറ്റമിൻ ഡി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് അത് നോർമൽ ആണോ എന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.